വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ദുഃഖകരമായ ഒരു ന്യൂസ് തന്നെയാണ് ഇന്നും പറയാനുള്ളത്. നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും, കൊല്ലം താന്നിയിൽ 2.5 വയസ്സായ മകളെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയ ശേഷം മാതാപിതാക്കൾ ആത്മഹത്യ ചെയ്തു എന്നുള്ളൊരു വാർത്ത വളരെ നാടിനെ തന്നെ നടുക്കിയ ഒരു വാർത്തയാണ് അല്ലേ. കാരണം സാമ്പത്തിക ബുദ്ധിമുട്ടാണ് കാരണമെന്നുള്ളതാണ് അവരുടെ ആ ഒരു അവസാന ഒരു കത്തിൽ എഴുതി വച്ചിരുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും വാർത്തയിലോട്ട് പോകാം. പതിവ് പോലെ എല്ലാ ദിവസത്തെ പോലെ പതിവ് പോലെ എഴുന്നേൽക്കാത്തത് കൊണ്ട് എന്താണ് ആ വീട്ടിലെ മാതാപിതാക്കൾ, അതായത് മരിച്ചവർ എന്ന് പറയുന്നത് അജീഷ് 38 വയസ്സ്, സുലു 36, 2.5 വയസ്സുള്ള മകൾ ആദി. മരിച്ചവർ ഇവർ 3 പേരുമാണ്. അതിൽ ഈ 2.5 വയസ്സായ മകളെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയതിനു ശേഷമാണ് ഈ മാതാപിതാക്കളായ അജീഷും സുലുവും തൂങ്ങി മരിച്ചിരിക്കുന്നത്. അപ്പം അജീഷിൻ്റെ മാതാപിതാക്കളാണ് കൂടെ താമസിക്കുന്നത്. അവരിപ്പോൾ ഒരു വാടക വീട്ടിലാണ് താമസിക്കുന്നത്. കടബാധ്യതകളും മറ്റും ഉള്ളത് കൊണ്ട് ഒരു 1.5 വർഷം മുന്നേ അദ്ദേഹം സ്വന്തം വീട് വിൽക്കുകയും കുറച്ച് ബാധ്യതകളൊക്കെ തീർത്ത് അവരിപ്പോൾ ഒരു സാധാ ഒരു കുടുംബമാണ്. അവർ ഒരു വാടക വീടെടുത്ത് മാതാപിതാക്കളോടൊപ്പം ജീവിച്ചു വരികയായിരുന്നു. അപ്പം പതിവിലും വൈകി എഴുന്നേൽക്കാത്തത് കുഞ്ഞുള്ളത് കൊണ്ട്, ചിലപ്പോൾ ഉറക്കം രാത്രി കുഞ്ഞുള്ളത് കൊണ്ട് വൈകി എഴുന്നേൽക്കുന്നതാകും എന്ന് കരുതി അവരാദ്യം അതത്ര കാര്യമാക്കില്ല. പതിവിലും വൈകുന്നത് കണ്ടപ്പോൾ അവർക്ക് ഒരു ഭയം തോന്നി. അവരെ വിളിച്ചു കഴിഞ്ഞപ്പോൾ ഒരു അനക്കമില്ല. അങ്ങനെ അവരെ വിളി കേട്ട് അയൽവക്കത്തു നിന്നും മറ്റുള്ളവരുമൊക്കെ ഓടി വന്ന് ഈ കതവ് കുത്തി തുറന്ന് നോക്കിയപ്പോൾ ആ ബെഡിൽ കട്ടിലിൽ കുഞ്ഞ് മരിച്ചു കിടക്കുന്ന ഒരവസ്ഥയാണ്. സമീപത്തായിട്ട് മാതാപിതാക്കൾ തൂങ്ങി നിൽക്കുന്ന ഒരവസ്ഥയാണ്. എന്തൊരവസ്ഥയാണ് അല്ലേ, എന്തൊരു സാഹചര്യമാണ് അല്ലേ. സാമ്പത്തിക ബാധ്യതയാണ് എടുത്തു പറയുന്ന ഒരു കാര്യം. അജീഷ് ഗൾഫിലായിരുന്നു. ഗൾഫിൽ നിന്ന് വന്നിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 1.5 വർഷമാവണു. ഇവിടെ നാട്ടിൽ ഒരു വക്കീലിൻ്റെ കൂടെ ഇപ്പോൾ എന്തോ വർക്ക് ചെയ്ത് പോവുകയാണ്. അപ്പോൾ ഇതിനിടയിൽ ഒരു 2 ആഴ്ചയായിട്ട് ഉള്ള ഒരു അജീഷിന് ശാരീരികമായിട്ടുള്ള എന്തോ അസ്വസ്ഥത കാരണം എന്തോ ടെസ്റ്റുകളും മറ്റും നടത്തി. അപ്പോൾ അതിൽ ക്യാൻസർ എന്നൊരു രോഗം അദ്ദേഹത്തിന് സ്ഥിരീകരിക്കുകയുണ്ടായി. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ എല്ലാ കാര്യങ്ങളും, സാമ്പത്തിക ബാധ്യവും പിന്നെ ഈ മറ്റേ മാരകമായ ഈ ഒരു രോഗം തൻ്റെ ജീവിതമാകെ തളർന്നു, അതായത് ആ ഒരു അവസ്ഥ അവർ നേരിട്ടിട്ടുണ്ടാകണം. പക്ഷെ എന്തൊക്കെ പറഞ്ഞിരുന്നാലും ആ ഒരു കുരുന്ന് കുട്ടി, അല്ലെങ്കിൽ എന്താണ് സ്വന്തം ഒരു അച്ഛനും അമ്മയും കൈപിടിച്ച് ഏൽപ്പിച്ച ഒരു ഭാര്യ സുലു അല്ലേ, ഇതെല്ലാം എനിക്ക് നഷ്ടപ്പെട്ടു പോകും, എൻ്റെ ഭാര്യയ്ക്കും എൻ്റെ കുഞ്ഞിനും ആരും ഉണ്ടാകില്ല, എനിക്ക് ഈ ഒരു മാരക രോഗം, എൻ്റെ കടങ്ങൾ, ഇതെല്ലാം കൂടെ ആലോചിച്ചപ്പോൾ അദ്ദേഹത്തിന് ചിലപ്പോൾ അവർക്ക് ഭാര്യയ്ക്കും അവർ രണ്ടുപേരും ഒരുമിച്ചെടുത്തൊരു തീരുമാനമായിരിക്കണമല്ലോ ഇത്. എന്തൊക്കെ തന്നെ പറഞ്ഞാലും നാടിനെ വളരെയേറെ നടുക്കിയ ഒരു സംഭവമാണ്. അപ്പോൾ മരണത്തിന് മുന്നേ ആയിട്ട് അവർ എഴുതി വെച്ചിരുന്ന ഒരു കത്തിലാണ് ഈ രോഗത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വീട്ടുകാരും മറ്റു നാട്ടുകാരും ബന്ധുക്കളും മറ്റും അറിയുന്നത്. എന്തൊക്കെ പറഞ്ഞാലും വളരെ ഒരു ദുഃഖകരമായ ഒരു വാർത്ത തന്നെയായിരുന്നു ഈ ഒരു വാർത്ത. പലതരത്തിലുള്ള വാർത്തകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. കൊലപാതകങ്ങളും, വെട്ടിക്കൊല്ലുന്നു, സ്വന്തം ഭാര്യയെ ലഹരിക്ക് അടിമപ്പെട്ട് സ്വന്തം ഭാര്യയെ തൊട്ട് കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ കണ്ടില്ലേ. അങ്ങനെ വളരെ മൃഗീയമായ പല കേസുകളും നമ്മുടെ നാട്ടിൽ നടക്കുന്നതിൻ്റെ ഇടയിലാണ് ഒരു സാമ്പത്തിക മാന്ദ്യം, ഒരു മാരകമായ ഒരു രോഗം പിടിപെട്ടതിൻ്റെ പേരിൽ ആത്മഹത്യയിലേക്ക് ചാടിയത്. എനിക്ക് എത്രത്തോളം അറിവ് ഉണ്ട് എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് തന്നെ അറിയില്ല, എങ്കിലും ഞാൻ പറയുകയാണ്. നമ്മുടെ ജീവിതത്തിൽ പല സാഹചര്യങ്ങളും പല ഘട്ടങ്ങളും നമുക്ക് നേരിടേണ്ടി വരും. നമ്മളെക്കാട്ടിലും അത്ര പോലും ഗതിയില്ലാണ്ട്, ആഹാരത്തിന് പോലും ഒരു നിവൃത്തിയില്ലാണ്ട് എത്രയോ കുടുംബങ്ങൾ, ഒരു വീടില്ലാണ്ട് എത്രയോ അനാഥരായ മക്കളുണ്ട്. നമ്മൾ ആ ഒരു രീതിയിലോട്ട് നമ്മളൊന്ന് തിരിഞ്ഞു നോക്കി അത് വെച്ച് നോക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ച് നമുക്കിതൊന്നും ഒരു അവസ്ഥകളല്ല. ഏതവസ്ഥയാണെങ്കിലും നമ്മളത് തരണം ചെയ്ത് നമുക്ക് ആ ജീവിതം മുന്നോട്ട് പോകാനുള്ള ഒരു ധൈര്യമാണ് നമുക്ക് വേണ്ടത്. ഒരു നമ്മുടെ ജീവിതത്തിന് ഒരു ഇങ്ങനത്തെ ഒരു അവസ്ഥ വന്നതിൻ്റെ പേരിൽ അതോടൻ തന്നെ മരണപ്പെട്ട് ആത്മഹത്യയാക്കാം എന്നുള്ളൊരു ചിന്താഗതി വളരെ തെറ്റാണ്. എന്തായാലും ഈ കുടുംബത്തിന് അങ്ങനെ ഒരു അവസ്ഥ വന്നു പോയി. ചിലപ്പോൾ അവരുടെ മാനസിക നില അത്രയ്ക്കും വിഷമവും കാഠിന്യവും ഉള്ളതായിരുന്നിട്ടുണ്ടാവും. അവർക്ക് സഹിക്കാവുന്ന
പോകുന്നതിനും അപ്പുറമായിരുന്നിട്ടുണ്ടാകാം. എന്തായാലും ഒരു ജീവിതം തുടങ്ങി അവർക്ക് കല്യാണം കഴിഞ്ഞ് ഒരു കുട്ടി ആദ്യം ഉണ്ടായതും അത് മരണപ്പെടുകയും അതിനുശേഷമാണ് ഈ ഒരു കുഞ്ഞുണ്ടായത്, ആദി എന്ന് പറയുന്ന മകളുണ്ടായത്. അതും ഒരുപാട് ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും ഒരുപാട് പൈസ ഡെലിവറി ടൈമിലും മറ്റുമൊക്കെ ആയിട്ട് ഒരുപാട് പൈസയും മറ്റുമൊക്കെ അവർക്കായിട്ടുണ്ടെന്നും മറ്റും ബന്ധുമിത്രാദികൾ ഈ ഒരു അവസരത്തിൽ പറഞ്ഞു കേൾക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടായി കിട്ടിയ ഒരു കുഞ്ഞു കുരുന്നിനെയാണ് ഈ ഒരു രീതിയിൽ സ്വയം ഒരു മാതാപിതാക്കൾ അവരുടെ ആ കുഞ്ഞിനെ ഈ രീതിയിൽ കൊലപ്പെടുത്തണമെങ്കിൽ അന്നേരത്തെ അവരുടെ ആ മാനസികാവസ്ഥ നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. അവരുടെ നിയന്ത്രണം അത്രത്തോളം മനസ്സ് തളർന്ന് അത്രയും ഒരു അവസ്ഥ അവർ നേരിട്ടത് കൊണ്ടാകണം ആ ഒരു രീതിയിലോട്ട് കടന്നു പോയത്. പക്ഷെ അതൊരിക്കലും ഒരു ന്യായീകരിക്കാൻ പറ്റിയ ഒരു സാഹചര്യമല്ല. കാര്യം നമുക്ക് പല പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ വന്നു. പക്ഷെ അതൊക്കെ നമ്മൾ തരണം ചെയ്ത് മുന്നോട്ട് പോകണമായിരുന്നു. ആ കുഞ്ഞെന്ത് തെറ്റാണ് ചെയ്തത്? നിങ്ങൾ ഒരു നിമിഷമെങ്കിലും ആ കുഞ്ഞിനെ കുറിച്ച് ആലോചിച്ചോ? അതൊന്നും ചെയ്തില്ല. ഒരു കുരുന്ന് അതിന് ഒരു ജീവൻ നൽകി. നമുക്കൊരു കുഞ്ഞിനെ എത്രയോ മാതാപിതാക്കളുണ്ട് ഒരു കുഞ്ഞിനെ പോലും കിട്ടാണ്ട്. ഒരു കുഞ്ഞിന് വേണ്ടി ആഗ്രഹിക്കുന്നവർ എത്രയോ മാതാപിതാക്കളാണ് ഈ ലോകത്തുള്ളത്. നിങ്ങൾ ഒരു നിമിഷം ആ കുഞ്ഞു മനസ്സൊന്ന് കാണാൻ ശ്രമിച്ചില്ലല്ലോ. ഒന്ന് പിന്തിരിഞ്ഞ് നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ ഈ ഒരു അവസ്ഥ ഒഴിവാക്കാമായിരുന്നു. അപ്പോൾ ഇനിയെങ്കിലും ഇതുപോലെയുള്ള പല സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നിരുന്നാലും നമുക്കത് തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ള ഒരു അവസ്ഥ നിങ്ങൾ മനസ്സിലാക്കി ഇതുപോലെയുള്ള അബദ്ധങ്ങൾ ചെയ്യാതിരിക്കുക. ഇതുപോലെയുള്ള സാഹചര്യങ്ങൾ നമ്മുടെ ഇത്രയും പിഞ്ചു മക്കളെയൊക്കെ ഇത്രയും മൃഗീയമായിട്ടുള്ള ഒരു അവസ്ഥയിൽ ആക്കുക, അല്ലെങ്കിൽ അങ്ങനെ കൊലപ്പെടുത്തുക എന്നൊക്കെ പറഞ്ഞാൽ തന്നെ അതൊരു നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു സിറ്റുവേഷനാണ്. അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും കൊല്ലം താന്നിയിൽ നടന്ന ഈ ഒരു സംഭവം വളരെ ദുഃഖകരമായ ഒരു സംഭവമാണ്. 2.5 വയസ്സായ ഒരു മകള് അജീഷ്, സുലു എന്നീ ദമ്പതികളും ഇതിനോടൊപ്പം മരണപ്പെട്ടു. അപ്പോൾ ഇവരുടെ മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബാക്കി നടപടിക്രമങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. പിന്നെ ഇരുവിപ്പുര പോലീസ് ഇതിനെ സംബന്ധിച്ച് കേസന്വേഷണം തുടർന്നു വരികയാണ്. കുഞ്ഞിൻ്റെ ശരീരത്തിൽ യാതൊരുവിധ മുറിവുകളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു നിഗമനം ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് നമുക്കൊന്നും പറയാനില്ല. എന്തായാലും ആ ഒരു കുടുംബം, ആ ഒരു കുഞ്ഞും ആ ഒരു അച്ഛനും ആ അമ്മയും മരണപ്പെട്ടു. ഇനി ആ ഒരു കുടുംബം ഇല്ല. ആ ഒരു കുടുംബം മൊത്തത്തിലായിട്ട് പോയി. അപ്പോൾ ഇതുപോലെയുള്ള സാഹചര്യങ്ങൾ നമ്മുടെ നാട്ടിലും സമൂഹത്തിലും രാജ്യത്തും ഉണ്ടാവാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എന്തായാലും അവരുടെ ആത്മാവിന് ശാന്തി ഉണ്ടാകട്ടെ. നിർത്തുന്നു. താങ്ക് യു.